എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് ഡേ ടു ടോക്കിൻ്റെ 49ാമത്തെ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലേഡീസിന് വേണ്ടിയുള്ള ഒരു കണ്ടന്റ് ഇന്ന് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്. കാരണം ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകത വിമൻസ് ഡേ കൂടിയാണ്, മാർച്ച് 8 വിമൻസ് ഡേ ആണ്. സോ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് പ്രിപ്പറേഷൻ്റെ ടൈം കുറച്ച് കുറവുണ്ട്, വേറെ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മറ്റൊരു കണ്ടന്റ് ബോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുള്ള ഒരു കണ്ടന്റാണ് ഇന്ന് നോക്കാൻ പോണത്. ഈ സമീപകാലത്ത് നമ്മൾ ഫൈമോസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കണക്ഷൻ വീഡിയോ ആണ്. ഒരുപാട് പേര് പലതരത്തിലുള്ള ഡൗട്ടുകൾ അതിൻ്റെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ, ചില എക്സസൈസുകൾ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. ലേഡീസ് കാണാം, കാരണം പലർക്കും ഇത് സജസ്റ്റ് ചെയ്യാനൊക്കെ അവർക്ക് ഉപകരിക്കും. അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല, അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റുകൾ ഉടനെ വരുന്നതായിരിക്കും. സോ നിരാശയൊന്നും വേണ്ട എന്നുള്ളതാണ്. സോ ഫൈമോസിസിനെ പറ്റിയിട്ട് വന്ന ഡൗട്ടുകളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഡൗട്ടുകൾ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ, 2-3 മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഒന്നാമത്തെ ഒരു കാര്യം, ഇത് ഏത് ഡോക്ടറെ കാണണം എന്നുള്ളത് തന്നെയാണ്. പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയിൽ ഡോക്ടറെ കാണണം എന്നല്ലാതെ ഏത് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിനെയോ കാണാവുന്നതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ചില മെത്തേഡ്സുകളിലൂടെ സോൾവ് ചെയ്യാനുള്ള ഐഡിയാസുകൾ അവർ തരാൻ സാധ്യതകളുണ്ട്. ഇനി അതൊന്നും അല്ല, റിമൂവ് ചെയ്യേണ്ടുന്ന കേസാണ്, അത്തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു സർക്കംസിഷൻ പോലുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ യൂറോളജിസ്റ്റ് തന്നെ ഈ ഒരു സർജറി കാര്യങ്ങൾ ചെയ്യണം എന്നില്ല. സോ അവർ ചിലപ്പോൾ ഒരു സർജൻ്റെ അടുത്തേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്ത് വിടാൻ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. സോ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നേരെ ഒരു യൂറോളജിസ്റ്റിനെ സെക്സോളജിസ്റ്റിനെ ആദ്യം ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കംസിഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫൈമോസിൻ്റെ കേസിൽ പലരും ഡൗട്ടുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ വല്ലാത്ത ആകുലതകൾ, കാരണം വല്ലാത്ത പ്രശ്നമുണ്ട് എന്ന രീതിയിൽ ചിലർ മനസ്സിൽ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ കേസിൽ നോർമൽ സ്റ്റേജിൽ, അതായത് പെനിസ് ഇറക്റ്റ് ആവാത്ത ഒരു സ്റ്റേജിൽ പോലും പിന്നോട്ടാക്കാൻ പറ്റില്ല. സോ അതാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള കേസ്. അവർക്ക് ഒരർത്ഥത്തിലും ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാടധികം ഇൻഫെക്ഷൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നോർമൽ സ്റ്റേജിൽ, അതായത് ഇറക്റ്റ് ആവാത്ത സ്റ്റേജിൽ പോലും പിന്നോട്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ അവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഗ്ലാൻസിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസുകളൊക്കെ കാര്യമായിട്ട് വരാൻ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെയുള്ള കേസിലാണ് സർക്കംസിഷൻ ചെയ്യാവുന്നത്. അതുപോലെ തന്നെ പിന്നോട്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അസഹ്യമായിട്ടുള്ള വേദനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ. സോ അങ്ങനെയുള്ള കേസിലും സർക്കംസിഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. അല്ലാത്ത കേസിൽ ഫോസ്കിൻ മുന്നോട്ടും പിന്നോട്ടൊക്കെ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന കേസിൽ ഒരർത്ഥത്തിലും അതിൻ്റെ ഒരു ടെൻഷനോ ആകുലതയോ ഒന്നും വേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ചെറിയ ടൈറ്റ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ ഒരുപാട് ആകുലപ്പെടുന്നുണ്ട്. ഇപ്പോൾ പിന്നോട്ടാക്കുന്ന സമയത്ത് പിന്നോട്ടാവുന്നുണ്ട്, പക്ഷേ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട്. ആ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് പല മെത്തേഡ്സുകളിലൂടെയും എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നതാണ്. അതിനു വേണ്ടിയുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. അത് ചിലർക്കെങ്കിലും ഉപകാരപ്പെടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ക്ഷമയോട് കൂടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് പറയാനുള്ളത്. കാരണം ചിലർ പെട്ടെന്ന് തന്നെ ഗുണം കിട്ടണം, ഒറ്റയടിക്ക് ഗുണം കിട്ടണം എന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യരുത്. വളരെ പതിയെ കാര്യങ്ങൾ സാവധാനം കാര്യങ്ങൾ നിർവഹിക്കുക. കാരണം നമ്മൾക്കിപ്പോൾ 6 പാക്ക് വേണമെന്ന് വെച്ചാൽ നാളെ തന്നെ 6 പാക്ക് ഒന്നും വരത്തില്ല. ഒരുപാട് എക്സസൈസുകൾ കാര്യങ്ങൾ ചെയ്താൽ നാളെ തന്നെ 6 പാക്ക് വരില്ല. അത് ഘട്ടം ഘട്ടമായിട്ടുള്ള നമ്മളെ ട്രെയിനിങ്ങിലൂടെ നമ്മളെ മസിൽസ് ടൈറ്റാക്കിയിട്ടാണ് നമുക്ക് ആ 6 പാക്ക് വരുന്നത്. അതേപോലെ തന്നെ ആ ഒരു ടൈം നമ്മൾ കൊടുക്കണം, ആ ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. അല്ലാണ്ട് ചുമ്മാ കൂടുതൽ എക്സസൈസുകൾ ഒരു ദിവസം ചെയ്യുന്നു, കൂടുതൽ ഹാർഡായിട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡാമേജസ് ഉണ്ടാവും, വേദന ഉണ്ടാവും, സ്വെല്ലിങ് ഉണ്ടാവും, ആകെ ബുദ്ധിമുട്ടുകളെ ആവത്തുള്ളൂ. സോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കരുത് എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. സോ നിങ്ങൾ ആ എക്സസൈസ് വീഡിയോ ഒന്ന് പരിചയപ്പെടുക. ഞാൻ മുമ്പ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതാട്ടോ. സോ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ ഫേസ് കാണിച്ച് ചെയ്ത വീഡിയോ അല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം വരാം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെയാണ്. നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് ഫോർസ്കിൻ പതിയെ പിന്നിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു എക്സസൈസ് 30 to 40 സെക്കൻഡ് വരെ ആ ഒരു സ്കിന്നിനെ ഹോൾഡ് ചെയ്ത് കൂടി വെക്കുക. ഓരോ ദിവസവും 10 തവണയെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ പതിയെ ലൂസാക്കി എടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട്. നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഹാർഡായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ പെനിസിൻ്റെ ആ ഒരു ഹെഡിന് താഴോട്ട് ഈ ഒരു ഫോർസ്കിൻ മൂവ് ചെയ്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപക്ഷെ പെനിസിൻ്റെ ഹെഡിന് താഴെയായിട്ട് ഈ ഫോർസ്കിൻ സ്റ്റക്ക് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഹാർഡായിട്ടുള്ള സ്ട്രെച്ചസ് ഒന്നും ഒരു കാരണവശാലും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാത്ത് ടബിൽ കിടക്കുമ്പോഴോ നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് എക്സസൈസ് പരിചയപ്പെടാം. ഇരു കൈകളും ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന പോലെ ഫോർസ്കിന്നിൻ്റെ ടിപ്പുകൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പ്രോസസ്സ് 30 to 60 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് തുടരുകയും ചെയ്യണം. അങ്ങനെ ഈ ഒരു എക്സസൈസ് ഒരു 3 തവണയെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം ചെയ്യുക.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തവണ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ഹാർഡായിട്ട് സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്തിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒരു കാരണവശാലും വരുത്തി വയ്ക്കരുത്. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് പരിചയപ്പെടാം. രണ്ടാമത്തെ എക്സസൈസിനോട് സമാനമെന്നോണം ഇരുവശങ്ങളിലോട്ട് ഫോർസ്കിന്നിനെ സ്ട്രെച്ച് ചെയ്യുക തന്നെയാണ് ഈ ഒരു എക്സസൈസിന് ചെയ്യുന്നത്. പക്ഷേ ഏതാനും വ്യത്യാസങ്ങളുണ്ട്. ഇരു കൈകളിലെയും ഒരു വിരൽ ഫോർസ്കിന്നിൻ്റെ ഉള്ളിലോട്ട് കടത്തിയ ശേഷം ചിത്രത്തിൽ കാണുന്ന പോലെ ഇരുവശത്തോട്ട് സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പ്രോസസ്സ് 40 to 60 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കണം. കൂടാതെ എല്ലാ ദിവസവും ഒരു 4-5 തവണ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയും ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, കൂടുതൽ ഹാർഡായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വേദനയോ ഇഞ്ചുറിയോ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വസ്തുതയാണ്, നമ്മൾ ഫോർസ്കിന്നിൻ്റെ ഉള്ളിലോട്ട് കടത്തുന്ന വിരലുകൾ മാക്സിമം ഹൈജീനിക് ആയിരിക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വസ്തുതയാണ്, ഏറ്റവും ചെറിയ വിരൽ, നമുക്ക് കംഫർട്ടബിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വിരലായിരിക്കണം ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം വലിയ വിരലുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ എക്സസൈസ് മെത്തേഡ് പരിചയപ്പെടാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ചിത്രത്തിൽ കാണുന്ന പോലെ ഫോർസ്കിന്നിനെ വിരലുകൾ ഉപയോഗിച്ച് മുൻപോട്ട് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. 30 സെക്കൻഡോളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയും ചെയ്യുക. ദിവസത്തിൽ പലതവണയായിട്ട് നമുക്ക് പല സാഹചര്യങ്ങളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഷവർ ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്നത് കൂടുതൽ സിമ്പിളായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് ഉത്തമമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന വസ്തുത, നേരത്തെ എക്സസൈസുകളിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഹാർഡായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അഞ്ചാമത്തെ എക്സസൈസാണ്. സാധാരണഗതിയിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഫോർസ്കിന്നിനെ മുന്നോട്ടും പിന്നോട്ടും ആക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസ്. അപ്പോൾ ഈ ഒരു ഫൈമോസിസ് ഉള്ളവർക്ക് അത് പിന്നോട്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ആവുന്ന പോലെ കൂടുതൽ പെയിൻഫുൾ ആവാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഫോർസ്കിന്നിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അഞ്ചാമത്തെ എക്സസൈസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കൂടുതൽ പെയിൻഫുൾ ആയിട്ട് ഈ സ്കിന്നിനെ മൂവ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. സാവധാനം മാത്രം ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നോർമൽ സ്റ്റേജിൽ പോലും പിന്നോട്ടാക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റണമെന്ന് പോലുമില്ല. കാരണം ആ സ്കിൻ അത്രയും ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അങ്ങനെയുള്ള കേസിൽ ഡോക്ടർ തീർച്ചയായിട്ടും കാണുക. അല്ലാണ്ട് ഹാർഡായിട്ട് ഇതെങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. അവിടെ വേദന, കാര്യങ്ങൾ, സ്വെല്ലിങ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. സോ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഡോക്ടറെ കണ്ടത് ഡോക്ടറെ തന്നെ തീർച്ചയായിട്ടും കാണണം. നോർമൽ സ്റ്റേജിൽ പോലും പിന്നോട്ടാക്കാൻ പറ്റാത്ത അവസ്ഥ, ഇൻഫെക്ഷൻ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സോ ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻസ് കാണണം. ഇനി ഈ ഒരു എക്സസൈസുകളൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ആ ഒരു പ്രശ്നം സോൾവ് ആവുന്നില്ല, ഒരർത്ഥത്തിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ യൂറോളജിസ്റ്റിനെയോ സെക്സോളജിസ്റ്റിനെയോ കാണുക. ഇനി അത് റിമൂവ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരു സർജനെ ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. എന്നിട്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതിൽ വേറെ ടെൻഷൻസ് ഒന്നും വേണ്ട. ചിലരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഈ ഒരു പെനിസ് അവരെ കാണിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടി ഡെഡിക്കേറ്റ്, ഇപ്പോൾ യൂറോളജിസ്റ്റ് ആണെങ്കിലും സെക്സോളജിസ്റ്റ് ആണെങ്കിലും അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. ഒരു ദിവസം തന്നെ പലതവണ പലരുടെയും ഈ ഒരു പെനിസ് കാണുന്നുണ്ടാവും. അവരൊരു ട്രീറ്റ്മെൻറ്റ് മൈൻഡോട് കൂടിയിട്ട് ആ ഒരു രീതിയിലായിരിക്കും അതിനെ സമീപിക്കുന്നത്. സോ അവർക്കതൊരു വിഷയമേ അല്ല. നിങ്ങളതൊരു വിഷയമായി കാണേണ്ട കാര്യമില്ല. നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ തന്നെയാണ്, നിങ്ങളൊരു പേഷ്യൻ്റ് എന്ന രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുന്നു. അവിടെ ഒരു എന്താ പറയുക, ഒരു അനാവശ്യ ടെൻഷൻ്റെയോ ആകുലതയുടെയോ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോകൾക്കെല്ലാം നെഗറ്റീവായിട്ട് വന്നൊരു കമൻറ്റാണ്, നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാനാണെങ്കിൽ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിനുള്ള ഉത്തരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഒരിക്കൽ കൂടി പറയാനാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് പേര് നമ്മളോട് ഇത്തരത്തിലുള്ള ടെൻഷൻസ് വെച്ചിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട്, എന്ത് ചെയ്യുമെന്നറിയാതെ. സോ അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ്, ഒരു ഐഡിയ കൊടുക്കുക. ഇന്നൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക. അവർ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ, ഈ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, മാരേജ് അവോയ്ഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് കാര്യങ്ങൾ. നമുക്ക് ആ പ്രശ്നം ഇല്ല എന്ന് കരുതിയിട്ട് എല്ലാവരും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ് എന്ന് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നേ പറയാനുള്ളൂ. എനിവേ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എക്സസൈസുകൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് ആ ഒരു നിശ്ചിത ടൈമിൽ ജസ്റ്റ് ചെയ്യുക. ഹാർഡായിട്ട് ചെയ്ത് വേദനയൊന്നും ഉണ്ടാക്കരുത്, ഇൻഫെക്ഷൻസോ സ്വെല്ലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്. വളരെ സോഫ്റ്റായിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ക്ഷമയോട് കൂടി കാര്യങ്ങൾ ചെയ്യുക. ഇനി ഒരു മാസം ചെയ്തിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, ഡെയിലി ചെയ്ത് ഒരു മാസം ചെയ്തിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് എടുക്കുക. വേറെ ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോ നിർത്തുക. ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വലിയ കമൻറ്റ് രേഖപ്പെടുത്തുക.
ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്ത് അതിൻ്റെ കാരണങ്ങൾ രേഖപ്പെടുത്താം. ഇൻസ്റ്റാഗ്രാമിൽ കൂടി നമ്മളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിതിൻ എന്ന് തന്നെയാണ് ഐഡിയ. എൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. സോ അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി അത് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ. അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റ.